എല്ലാവർക്കും ബാബുസ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബാബു പുതുശ്ശേരി. നമ്മൾ ഓട്ടോറിക്ഷയെ സംബന്ധിച്ച് പല വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ച സംഗതിയാണ്. എറണാകുളത്ത് നിന്ന് പെരുമ്പാവൂരിനടുത്തേക്ക് ഒരു ദിവസം രാവിലെ ഒരു ഫാമിലിയുമായിട്ട്, എന്നുവെച്ചാൽ ബസ്സിന് വന്നിറങ്ങിയ ഒരു ഫാമിലി, ഏതാണ്ട് ദൂരെ നിന്ന് വന്ന ആളുകളാണ്. ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. 40 കിലോമീറ്ററോളം പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നു. ഇവർ യാത്ര ചെയ്തു, പൈസയൊക്കെ പറഞ്ഞ്, കിലോമീറ്ററിന് പൈസയൊക്കെ പറഞ്ഞു പോയി. ഒരു 30 കിലോമീറ്റർ ആയപ്പോഴേ അവിടെ വഴിയിലൊരു ആക്സിഡൻറ്റ് കണ്ടു. ഒരു ബൈക്ക് പോസ്റ്റിലിടിച്ചത് മറ്റാണ്. ഈ ഓട്ടോറിക്ഷ അവിടെ ചെല്ലുമ്പോൾ ഈ ആൾ തലയൊക്കെ പൊട്ടി ബൈക്ക് ആക്സിഡൻറ്റിൽ കിടക്കുക. അവിടെ കുറേ ആളുകൾ കൂടിയിരുന്നു. ബസ് റൂട്ടൊന്നും അല്ല, ഒരു ടാർ റോഡാണ്, ചെറിയ റോഡുമാണ്. ഈ ആളുകളെല്ലാം കൂടെ കൂടി നിന്നിട്ട് ഇയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി, ആശുപത്രി കൊണ്ടുപോകുന്നതിന് വേണ്ടി വാഹനങ്ങൾ അന്വേഷിച്ചു. പെട്ടെന്നാണ് ഈ ഓട്ടോറിക്ഷ യാത്രക്കാരുമായിട്ട് വരുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ പോകാതെ മറ്റുള്ളവരെ കൊണ്ട് മുന്നിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കും. ഇവിടെ എല്ലാവരും വന്നു ഈ ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നടത്ത് പോവുകയാണ്, അവർക്കൊരു 10 കിലോമീറ്റർ പോകണം, ഒരു യാത്ര ചെയ്ത് വന്നു. ഉടനെ അത്യാവശ്യമാണ്, ഈ വ്യക്തി തല പൊട്ടി കിടക്കുന്നതാണ്, ആശുപത്രി കൊണ്ടുപോയാലും മരിച്ചു പോകും. പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. ആ യാത്രക്കാരും പറഞ്ഞു, ശരി. ചെറിയ പയ്യനാണ് എന്ന്, ഞങ്ങൾ ഇവിടെ ഇറങ്ങാം, പെട്ടെന്ന് ആശുപത്രി പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ ഈ യാത്രക്കാരനെ, ഈ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട യാത്രക്കാരനെ ഈ ഓട്ടോറിക്ഷയിൽ കയറ്റി. അങ്ങനെ വന്ന യാത്രക്കാരെ അവിടെ നിർത്തിയിട്ട് ഒരു 5 കിലോമീറ്റർ അപ്പുറം ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ സെക്യൂരിറ്റിക്കാരൻ ആദ്യം തന്നെ നമ്പർ എഴുതിയെടുത്തു. ഡോക്ടർ വന്നു. ഈ കൊണ്ടുവന്ന ഡ്രൈവറുടെ വണ്ടിയുടെ നമ്പരും അഡ്രസ്സും എല്ലാം എഴുതിയെടുത്തു. ഈ ആളെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എല്ലാം കൂടെ ഒരു അരമണിക്കൂർ സമയമെടുത്തു. അദ്ദേഹം അവിടുന്ന് തിരിച്ച് ഈ ആക്സിഡൻറ്റ് നടന്ന തൻ്റെ വണ്ടി വന്ന് യാത്രക്കാരെ ഇറക്കിയ സ്ഥലത്ത് വന്നു. പക്ഷേ ഈ യാത്രക്കാർ വേറൊരു വണ്ടി വിളിച്ചു പോയി. നമുക്കറിയാം, അവരെങ്ങോ ദൂരെ നിന്ന് വന്നാണ്. ഈ വന്ന ഓട്ടോക്കാരൻ എപ്പോൾ വരുമെന്ന് അവർക്ക് അറിയില്ല. അവർ ക്ഷീണിതരാണ്, കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതിലെ വന്ന മറ്റൊരു വണ്ടിക്ക് അവർ കയറി അവരുടെ വീട്ടിൽ പോയി. ഈ ഡ്രൈവർ ചെന്നപ്പം വണ്ടിയില്ല, ഈ വണ്ടിയിൽ വന്ന യാത്രക്കാരില്ല. അദ്ദേഹം അപ്പോൾ ഈ വണ്ടിയെ, ഈ അപകടത്തിൽപ്പെട്ട ആളെ, അദ്ദേഹത്തിൻ്റെ വണ്ടിയെ കയറ്റി വിട്ട ആളുകളിൽ ഒരാളെ കണ്ടു. ആളുടെ തൊട്ടടുത്തായിരുന്നു അയാളുടെ വീട്. രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ഈ ആളെ പൊക്കി ഈ ഓട്ടോറിക്ഷയെ കയറ്റി വിട്ട ആളുടെ വീട്ടിലൊരു കാറ് കിടപ്പുണ്ട്. സ്വന്തം വീട്ടിൽ കാറ് കിടന്നിട്ട് അതേ ഈ വീടിൻ്റെ വാതിൽ കിടന്ന അപകടത്തിൽ ഈ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ വഴിയെ വന്ന ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി വലിയ ദിവ്യകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ ഈ ആളുകളെല്ലാം കൂടെ ഈ ഓട്ടോറിക്ഷയെ കയറ്റി വിട്ടതാണ്. സംഭവിച്ചെന്താണ്, ഇവൻ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ 10 കിലോമീറ്റർ. ഇവിടെ എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വന്ന് 30 കിലോമീറ്റർ, തിരിച്ചു പോകാൻ 30 കിലോമീറ്റർ, അങ്ങനെ 70 കിലോമീറ്റർ ഈ പയ്യൻ വെറുതെ ഓടേണ്ടി വന്നു. സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ച് നോക്കാൻ. ഒരു ഓട്ടോറിക്ഷക്കാരൻ 70 കിലോമീറ്റർ രാവിലെ അല്ലെങ്കിൽ ഒരു ദിവസം ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. ആകപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറയുന്നത് ഈ ആളെ, ഈ പരിക്കേറ്റ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് ചെയ്തു.
വളരെ നിരാശനായി സങ്കടപ്പെട്ട് ഇവൻ തിരിച്ച് സ്റ്റാൻഡിലെത്തുകയാണ് ചെയ്തത്. അപ്പോൾ വന്നിട്ട് ഞങ്ങളോടൊക്കെ ഇങ്ങനെ വിവരം പറഞ്ഞു, ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അവനന്ന് ഓടി പോലില്ല, അവനന്ന് നിരാശയായിപ്പോയി. മറ്റവരാണേലും കാശ് കൊടുത്തില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവ്യകാരുണ്യ മഹാപ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളിൽ ഒരാളുടെ വീട്ടിൽ കാറ് കിടപ്പുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ഈ ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ തന്നെ ഇവനെ ആശുപത്രി കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ കൊണ്ടുപോയില്ല. നാട്ടുകാരുടെ വണ്ടിയാണ്. മറ്റൊരു ഓട്ടോറിക്ഷ വന്നപ്പോൾ അതേ കയറ്റി വിട്ടു. കാരണം ഓട്ടോറിക്ഷ ലോകത്തിൽ ആർക്കും കാണത്തില്ലാത്ത ആളുകളാണല്ലോ, ഏറ്റവും ക്രൂരന്മാരാണല്ലോ. അയക്കിട്ടൊരു പണി കൊടുക്കട്ടെ എന്ന് വെച്ചായിരിക്കണം. ഏതായാലും ഈ ഓട്ടോറിക്ഷക്കാരൻ അങ്ങനെ 70 കിലോമീറ്റർ വെറുതെ ഓടി 10 പൈസ പോലും കിട്ടാതെ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിന്ന് ഒരു വാറണ്ട് വന്നു. എന്താ സംഭവം എന്നറിയത്തില്ല. ഒരു വക്കീൽ മുഖേന ബന്ധപ്പെട്ടു, കോടതി ചെന്നു. അപ്പോൾ 2000 രൂപ ഫൈൻ അടയ്ക്കണം. എന്തിനാണെന്നറിയോ? ഒരു ആക്സിഡൻറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഇയാൾ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അറിയില്ലായിരുന്നു, എനിക്കറിയില്ല, ആ ഓട്ടോറിക്ഷക്കാരനും അറിയത്തില്ല. ഇങ്ങനെ ആരും പറഞ്ഞു പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്യാഞ്ഞതിൻ്റെ പേരിൽ കോടതി 2000 രൂപ ഇവന് ഫൈൻ അടപ്പിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം. പോലീസ് ഉദ്യോഗസ്ഥന്മാരും വെഹിക്കിൾ ഉദ്യോഗസ്ഥരുമൊക്കെ സാധാരണ പത്രത്തിലൊക്കെ പറയും, നിങ്ങൾക്കൊരു അപകടം ഉണ്ടായാൽ, മന്ത്രി എന്നാൾ പറയുന്നത്, എന്തൊരു അപകടം ഉണ്ടായാലും ആരാശുപത്രിയിൽ എത്തിച്ചാലും അവരുടെ പേരിൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നടന്നൊരു സംഭവമാണ്. 2 വർഷം കഴിഞ്ഞവൻ 2000 രൂപ അടയ്ക്കേണ്ടി വന്നു. ഞാനിത് ഇപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ഓട്ടോറിക്ഷക്കാർ ലോകത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ, മറ്റ് സ്റ്റേറ്റുകളിലൊന്നും വലിയ പ്രശ്നമില്ല. അവർ മിനിമം ചാർജ് 50 100 എത്ര മേടിച്ചാലും ഒരു പ്രശ്നമില്ല. കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ ഏറ്റവും വലിയ വിപത്തായിരിക്കുന്ന ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചാൽ അവൻ ഉടൻ തന്നെ പോലീസിൽ അത് റിപ്പോർട്ട് ചെയ്യണം. ഇതൊരു പാഠമാണ്. നമുക്ക് ഒരിക്കലും ഈ നാട്ടിൽ ഒരുമാതിരിപ്പെട്ടവരാരും നമുക്ക് അനുകൂലമായിട്ട് പറയില്ല. അതുകൊണ്ട് പ്രിയ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോറിക്ഷ ഗ്രൂപ്പുകളിലോ വാഹനങ്ങൾ ഓടിക്കുന്ന മറ്റുള്ളവർക്കിലേക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു നിയമപ്രശ്നമുണ്ട്. ഒരു അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിച്ചാൽ ആ വണ്ടിക്കാരൻ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതുപോലെ 1 2 കൊല്ലം കഴിയുമ്പം 2000 4000 അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലേക്കും നമ്മൾ ഷെയർ ചെയ്യണം. അങ്ങനെ ഇനി വരുന്ന അപകടങ്ങളെങ്കിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കാരണം നമ്മളാണല്ലോ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൊള്ള നടത്തുന്നെന്ന് സമൂഹം അവകാശപ്പെടുന്ന. അതുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരും ഇത് അറിയാനായിട്ട്, എല്ലാവരെയും അറിയിക്കാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്.